നിരനിലടക്കത്തുകയും ദൈവം ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ ദൈവത്തോട് പ്രാർത്ഥിപ്പാന്റെ കടമടിയായി തോന്നി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥനയെ വായിച്ചുകൊണ്ട് ദേശത്ത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവം ആത്മാക്കളെ തരുവാന്ന് കാണാൻ തുടങ്ങി. അന്നും എൻ്റെ ജീവിതത്തിൽ ഒറ്റ പ്രാർത്ഥനയും അന്നും ഇന്നും എനിക്കുള്ള ഒറ്റ ദർശനം, ഒറ്റ തീരുമാനമാണ് ദൈവത്തിന് കർത്താവേ മറ്റൊരു സഭയിൽ ആരാധനയ്ക്ക് പോകുന്നവരുടെ ഒരു വിശ്വാസം എനിക്ക് വേണം. ഹല്ലേലൂയ. മറ്റൊരു സഭയിൽ ആരാധനയ്ക്ക് പോകുന്ന ഒരു വിശ്വാസം എനിക്ക് വേണ്ട ദൈവമായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എൻ്റെ പ്രവർത്തനത്തിൽ കൂടി രക്ഷിക്കപ്പെട്ടു വരുന്നവരെ മാത്രം എനിക്ക് തന്നാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനൊക്കെ ഇവിടെയായി തീർന്നു. ഞാൻ പറഞ്ഞതുപോലെ അല്ലെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും വീണ്ടും അങ്ങനെ വരുവാൻ തുടങ്ങി. ഞാൻ അവരൊക്കെ വിലക്ക് കൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവരൊക്കെ ഒത്തിരി കിലോമീറ്റർ ദൂരെ പോകുന്നവരായിരുന്നു. സ്തോത്രം. അവസാനം അവരവരുടെ പാസ്റ്ററുമായി കൺസൾട്ട് നടത്തി അവരെ പാസ്റ്റർ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് അങ്ങനെ രണ്ട് കുടുംബങ്ങൾ ദൈവരിക്കണം. സ്തോത്രം. അവരുടെ പാസ്റ്റർ അനുവാദത്തോടു കൂടി അത് പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച ആ വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ ഒത്തിരി 15-20 കിലോമീറ്റർ ആരാധനയ്ക്ക് പോകുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. അവരെ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് കുടുംബത്തെ മാത്രം സ്തോത്രം അത് ആ പാസ്റ്റർ കെയർ ഓഫിലും ആ പാസ്റ്ററെ പൂർണ്ണമായ സമ്മതത്തോടും അനുവാദത്തോടും. എന്നിട്ട് ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ അവർ എൻ്റെ വിശ്വാസികളല്ല, പാസ്റ്റർ വിശ്വാസം. പക്ഷേ എപ്പം വേണമെങ്കിലും ആ വീട്ടിൽ അവരെ വിശ്വസിക്കാൻ അനുവാദമില്ല. കാരണം അവർക്ക് എന്നെ അധ്വാനിച്ച ഞാനല്ല. പറഞ്ഞ സാരാംശം എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഒരു തീരുമാനം അതാണ്. മറ്റൊരു സഭയിൽ പോകുന്ന ഒരു വിശ്വാസം എനിക്ക് ആവശ്യമില്ല. ആമേൻ. അത് കാരണം ഒരു വിശ്വാസം നേടുന്നതിൻ്റെ പ്രയത്നം അല്ലെങ്കിൽ ചിലവിടുന്ന ആ പ്രയത്നം എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എനിക്കുണ്ടാകുന്ന വേദന തന്നെയാണ് മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. വടങ്ങി വരട്ടെ. വളരെ സാരാംശം ഹല്ലേലൂയ. വെളിപ്പാട് പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നില്ല. ഒരു മഴയുടെ മുഴക്കവും ഇല്ലാതെയുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു വലിയ മഴയുടെ മുടക്കമുണ്ടെന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അവന്റെ ആരംഭം കൈപ്പത്തിയായിരുന്നു. ആ കൈപ്പത്തിയ ദൈവം വൻമഴയായി വാക്കുവന്നെ സമാപ്തി കുറിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദർശനം വലുതായിരിക്കാം, അതിന്റെ ആരംഭം ചെറുതാണ്. പക്ഷെങ്കിൽ ആരംഭം ചെറുതെങ്കിൽ അത് നിരാശപ്പെട്ടു പോകരുതേ, അത് തളർന്നു പോകരുതേ. ഈ ചെറുതിനെ തന്നവൻ അതിനെ വലുതാക്കുവാതൊക്കെ മതിയായവനാ. അവനറിയാമായിരുന്നു. അവനെ 6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു കൈപ്പത്തി പോലും അവിടെ ഇല്ലായിരുന്നു. 7ാമത്തെ തവണ ഒരു കൈപ്പത്തിയുടെ അത്രയും മേഘം എന്റെ കൈയോടെ പൊക്കിയെങ്കിൽ അവിടെ ആ കൈപ്പത്തിന് അത്ര മേഘം അവിടെ തന്നുവെങ്കിൽ എന്റെ ഇതിനെ അവൻ വലിയ കാർമികമായി മാറ്റുവാതൊക്കെ വേണം, ഒരു വലിയ വൻമഴയാക്കി തീർക്കുവാതൊക്കെ വേണം. എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വലിയ ദർശനങ്ങളുടെ ആരംഭം ചെറുതാണ്. ആമേൻ. ചെറുതിനെ കണ്ടുകൊണ്ട് ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ഒരു കാര്യം വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇത് ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. ഏലിയാവ് പറഞ്ഞു ഇത് ആരംഭമാ. ആമേൻ. ഹല്ലേലൂയ. ചെറിയ കൈപ്പത്തി കണ്ടുവെങ്കിൽ എന്റെ ദർശനം ഞാൻ കണ്ട വലിയ ദർശനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്കൊക്കെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് മകൾക്കാലം പറയട്ടെ, ദർശനം കിട്ടാത്ത ആമേൻ ദർശനം കിട്ടാത്ത ബാല്യക്കാര ആമേന്റെ സ്നേഹിതരാ പ്രിയപ്പെട്ടവരൊക്കെ വിശ്വാസത്തിന് മുൻപിൽ ദർശനത്തിന് മുൻപിൽ നിന്നെ നിന്ദിക്കുമ്പോ നിന്നെ പരിഹസിക്കുമ്പോ ഇന്ന് മകൾക്കാലം എന്നെ ശ്രദ്ധിക്കുന്നതിനെ നീ തളരേണ്ടവനല്ല, നീ തളർന്നു പോകേണ്ടവനല്ല. ഹല്ലേലൂയ. കാരണം ദർശനം കിട്ടിയ നിനക്ക് കാഴ്ചപ്പാട് പ്രാപിച്ചത് നീയാ, വെളിപ്പാട് പ്രാപിച്ചത് നീയാ. ഹല്ലേലൂയ. അവൻ ബാല്യക്കാരനല്ല. മറ്റുള്ളവരുടെ നിന്നയ്ക്ക് മുമ്പിൽ ക്ഷീണിച്ചു പോകേണ്ടവരല്ല, മറ്റുള്ളവരുടെ പരിഹാസത്തിന് ക്ഷീണിച്ചു പോകേണ്ടവരല്ല. ദർശനം കണ്ടിട്ടില്ലാത്ത, ദർശനം പ്രാപിച്ചിട്ടില്ലാത്തതായ, ദർശനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തതായ ബാല്യക്കാരുടെ മുൻപിൽ ക്ഷീണിച്ചു പോകേണ്ടവരല്ല, അവൻ മടുത്തു പോകേണ്ടവരല്ല. അവൻ പ്രാർത്ഥനയില, വിശ്വാസത്തില, ദൈവ ദർശനത്തിൽ മുന്നമെന്ന് മുന്നേറേണ്ടവരാ. ദൈവ ദർശനത്തിന് മുൻപിൽ മുന്നേറുവാൻ വെക്കണം തയ്യാറായ. ഓരോ ദിവസം ദൈവം തന്ന ദർശനം, ദൈവം തന്ന കാഴ്ചപ്പാട്, ദൈവം തന്ന വെളിപ്പാട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിന് തടസ്സമായി ആരെല്ലാം ഭൂമിയിൽ ഉയർന്നാലും, കുടുംബത്തിനുള്ളിലോ കുടുംബത്തിന് പുറത്തു നിന്നോ, സ്നേഹിതരാകട്ടെ അയൽക്കാരാകട്ടെ, ആരെല്ലാം നിനക്ക് മുന്നിൽ ഉയർന്നാലും നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. യോസേഫിന് ദർശനം കണ്ടു. സ്വന്തം അവന്റെ ദർശനത്തിന് മങ്ങലേൽപ്പിക്കുവാതൊക്കെ വണ്ണം മറ്റാരുമല്ല എഴുതിയിട്ടത് അവന്റെ കൂട്ടു സഹോദരങ്ങൾ, അവന്റെ കുടുംബത്തിലെ സഹോദരങ്ങൾ തന്നെയാണ്.
യോസഫേ, ദർശനം കണ്ടത് നീയാണ്. സഹോദരന്മാർ ഏത് പൊട്ടക്കിടച്ചിടുവാന്നൊക്കെ നോക്കിയാൽ, ഏത് വിദ്യാന്റെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചാലും അവൻ ഏതോ പോസ്റ്റ് വന്ന ഭവനത്തിൽ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നിന്റെ കാരാഗ്രഹത്തിന് ഉള്ളിൽ കൊണ്ട് അടയ്ക്കുവാനൊക്കെ പദ്ധതിയിട്ടാലും നിനക്ക് ദൈവം ദർശനം തന്നുവെങ്കിൽ അതൊരു ദിവസം സമാപ്തി കുറിക്കുന്ന ദിവസം. നിനക്ക് ദൈവം തന്ന ദർശനം അതൊരു ദിവസം സമാപ്തി കുറിക്കും. അതിന് തടസ്സം കുടിക്കുവാനൊക്കെ വേണം. അവൻ കൂട്ട സഹോദരങ്ങളാകട്ടെ, ലോകത്തിലെ പല പ്രിയപ്പെട്ടവരാകട്ടെ, അവൻ നിന്റെ മേൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ദർശനത്തിനും അങ്ങനെയൊക്കെ നിലയിൽ വളരെ പോകുവാനൊക്കെ പ്രോത്സാഹനം തന്നാലും ഈ പോകാതെ മുന്നിട്ട് ആ ദർശനത്തെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസം നിനക്ക് ആ ദർശനത്തിന് പൂർത്തീകരണത്തിലേക്ക് കാണുവാനൊക്കെ സ്തോത്രം. ഇന്ന പകൽക്കാരൻ ദൈവാത്മാവിനോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന പകൽക്കാരന്റെ ദൈവജനമേ, ഒന്നാമതായി തകർന്നു കിടക്കുന്ന യാഗപീഠത്തെ നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എവിടെയാണ് ദൈവത്തെ തകർന്നു കിടക്കുന്ന യാഗപീഠം? ദൈവിക വിടുതൽ പ്രാപിപ്പാതൊക്കെ വേണം, ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാതൊക്കെ വേണം. എവിടെയാണ് ദൈവത്തെ തകർന്നു കിടക്കുന്ന യാഗപീഠം? അതിന് ഇന്ന പകൽക്കാലം കണ്ടുപിടിക്കാം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. മരിച്ച വിഷയങ്ങളുമായി അസാധ്യമെന്ന് പറയുന്ന, ഇതിനൊരു മറുപടിയില്ലെന്ന് പറയുന്ന, വിടുതലില്ലെന്ന് പറയുന്ന ഈ പ്രാർത്ഥന നിർത്തിവെച്ച മരിച്ചുപോയ വിഷയമായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ തന്നെ തയ്യാറാകും. അസാധ്യ വിഷയം കൂടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകൂ. ദൈവം നമ്മെ ജീവന്റെ ചലനം വയ്ക്കും. അടുത്തതായി വെളിപ്പാട് പ്രാപിച്ച് എന്റെ ദൈവം എനിക്ക് ഇങ്ങനെ ചെയ്യും, ഇത് നിശ്ചയമായി എന്റെ ദൈവം എനിക്ക് ചെയ്യും. വെളിപ്പാട് പ്രാപിച്ച നിന്റെ മുൻപിൽ ഒന്നും കാണുവാനില്ലായിരിക്കാം. എല്ലാം അസാധ്യമാണ്, എല്ലാ വഴികളും അടഞ്ഞ മേഖലയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഏലിയാവ് വിളിച്ചു പറയുമ്പോൾ മഴയുടെ യാതൊരു ലക്ഷണവുമില്ല, ഒരു കാരണവുമില്ല. പക്ഷെങ്കിൽ വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു, ആമേൻ, ഞാനൊരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. നിന്റെ മുൻപിൽ സകലത ശൂന്യതയാ, നിന്റെ മുൻപിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാ, അതെല്ലാം തള്ളപ്പെട്ട അവസ്ഥയാ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാ. വിളിച്ചു പറ വിശ്വാസത്തോടുകൂടി, എന്റെ ദൈവം എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം ഇത് ചെയ്യും, ഇത് ചെയ്യും. ദർശനത്തോടുകൂടി വെളിപ്പാട് പ്രാപിച്ച നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെവരെയും ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.